സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിപ്പാൻ ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. കർത്താവേ, പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാം പരിശുദ്ധൻ റൂഹാ പാടി. ഉറയത്തയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ. ദീർഘദർശിയുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീ തീരത്തുള്ള ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്ന് വെച്ചു. അവന് എന്തു സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തുനിന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്കിറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു. ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇതൊരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെയോ? ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെയാകട്ടെ. അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക. ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു. ബാറക്കുമോ. ന്യായാധിപനായ സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. ന്യായാധിപന്മാരുടെ ഇടവന് സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഏൽക്കാനായും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഏൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. ഏൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ. അവൻ കർത്തസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നു കൊള്ളാം. ഏൽക്കാന അവളോട് പറഞ്ഞു, നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക. അവൻ്റെ മുലകുടി മാറട്ടെ.
കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി. അങ്ങനെ അവൾ കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, ഒരു ഫാമാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ശിലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു. അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു. അനന്തരം ശിശുവിനെ ഏലിയാടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. ബാർക്കുമോ രാജാവും ദീർഘദർശിയുമായ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നിന്നും ബാർക്കുമോ. രാജാക്കന്മാരുടെ ഉടയവന് സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ വ്യർത്ഥമാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ബാർക്കുമോ എഴുതി നിരവീട്ടീരേ ദൂതനിറങ്ങി ചെന്ന് ഇതമോടു മറിയ ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലിയത് നിന്നോടു കൂടെ കർത്താവീ മന്നിടമഖിലം പാലിപ്പോ. മുൾമരമേറിയ തീരത്തെ തന്നടവിൽ ചുശരീ പോണ്ടോ അതിനാൽ ഭംഗവുമാ വ്രതമുദ്രയ്ക്കുണ്ടാ ഇല്ല. ലോകം താത സഹോദര ജാതിയതും തറവാടും ആകയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേ മാരെ സദാകാലം സ്മരണം ചെയ്വതു നന്നേറ്റം. തൂക്കപ്പെട്ടു മരത്തിൽ വീണ
കർത്താവേ നിൻ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നീൽക്കിളമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാതാ പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാ കൃപ ചെയ്യുക. സ്വർഗ്ഗപിതാവിൻ ഏകസുതൻ വചനമതാ മൃതിരഹിതൻ നീ നാഥാ നൃപതി ദൈവാനിൻ സ്തുതി പാടി പുകഴ്ത്തിടാം ഞാൻ. നിൻ കൃപയാൽ നീ മനുകുലമഖിലം രക്ഷയ്ക്കും ജീവനുമായി വന്നോ നീ. മഹിമയേഴും പരിപാവന കന്യാ ദൈവജനനി മറിയാമിൽ നിന്നൊരുവൻ ജഡമേറ്റോ നീ. ഭേദമരന്യേ മനുഷ്യനുമായി നീ മിശിഹാനാഥ ഞങ്ങൾക്കായി നീ ക്രൂശിതനായി. തവ മൃതിയാ മൃതിയെ നിഹനിച്ചോന്നി. അതിപാവനമാ തൃത്വത്തിൽ ഒരുവൻ നീയേ. താതനോടും തൻ റൂഹായോടും ഒരുപോ ആരാധ്യൻ സ്തുതിരുമാ നാഥ ഇവർ മേൽ കൃപ തോന്നണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവരേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം ഏവൻഗേല്യോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഒന്നാം ലേഖനത്തിൽ നിന്നും പാർക്കുമോ. സ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുണ്ടായിരിക്കട്ടെ. എൻ്റെ വാത്സല്യമുള്ളവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റേതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. പാർക്കുമോ. പൗലോസ് ശ്ലീഹാ ധന്യൻ ചൊൽകേട്ടേ നീ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാതൂതൻ താനേൽക്കും സഭതൻ
ശാപം പലതരമുപദേശങ്ങളവോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാർക്കുമോ. ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുമുണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരരെ, നിയമത്തിന് വിധേയരായിരിക്കാൻ അപേക്ഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ. നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അബ്രഹാത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒരുവൾ സീനായ് മലയിൽ നിന്നുള്ളവൾ. അവൾ ദാസിവൃതിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. അവളാണ് ഹാഗാർ. ഹാഗാർ അറേബ്യയിലെ സീനായ് മലയാണ്. അവൾ ഇന്നത്തെ ജെറുസലേമിലെ പ്രതീകമത്രേ. എന്തെന്നാൽ അവൾ തൻ്റെ മക്കളോട് ദാസിവൃതി ചെയ്യുന്നു. എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ്. അവളാണ് നമ്മുടെ അമ്മ. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യേ, നീ ആഹ്ലാദിക്കുക. പ്രസവവേദന അനുഭവിക്കാതെ നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്തെന്നാൽ ഭർത്തുമതികളെക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണുള്ളത്. സഹോദരരെ, നമ്മളാകട്ടെ സഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ എന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ്. വിശുദ്ധ ലിഖിതം എഴുതുവാൻ പറയുന്നത്, ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ. എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രപുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. സഹോദരരെ, അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രേതാണ്. പാർക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാം ബലികളണച്ചിടുവീൻ. കർത്താവിനു പ്രിയരെ, നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവിൻ. പാവനമാം ബഹായിൻ മുൻപിൽ ബാറക്കുമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവിശ്വം ശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു തമ്പുരാന്റെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു തമ്പുരാന്റെ ജനന നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. എലിസബത്തിന് പ്രസവ സമയമായി അവളൊരു പുത്രനെ പ്രസവിച്ചു.
കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നീബിയന്മാരും ജപികളോടേവൻ ഗേന്യോ അറിയിച്ച സ്ലീഹന്മാരും നയവാന്മാർ പുണ്യപ്പെട്ടു. സഹദേന്മാർ മൗര്യാന്മാർ ദൈവത്തിൻ മാതാതാരും നല്ല മരിച്ചോ കേളുമോർക്ക പീടും അവരുടെ പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും കോട്ടയതായി തീരണം. യേശുവിലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, 25 നോമ്പിൻ്റെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് വിശുദ്ധ സ്നാപക യൂഹാനോൻ്റെ ജനനത്തെ പറ്റിയുള്ളതായ വായനയാണ്, വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ മുന്നോടിയായ യൂഹാനോൻ മാംദാന, സ്നാപക യൂഹാനോൻ, അവൻ്റെ ജനനം, അതുവഴി ആ കുടുംബത്തിലും ആ ദേശത്തും ഉണ്ടാകുന്നതായ കാര്യങ്ങളെയാണ് ഇന്ന് വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ വചനഭാഗത്തിൽ 58-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും സന്തോഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ ജനനം, സ്നാപക യൂഹാനോൻ്റെ ജനനം ആ കുടുംബത്തിൻ്റെ മേൽ കരുണ വർഷിക്കുന്ന ഒന്നായിരുന്നു. പലപ്പോഴും നമുക്കറിയാം, പൗരോഹിത്യവും സന്യാസവും മാത്രം മെച്ചപ്പെട്ട ജീവിത വിളികളായി കരുതപ്പെടുന്നതായ അല്ലെങ്കിൽ കരുതുന്നതായ കാലഘട്ടത്തിൽ ഇവിടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ജനനം ഭാഗ്യമുള്ളതാണ്, ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്നതാണ് എന്നുള്ളതായ ഒരു വലിയ സത്യം തിരുസഭ നമ്മെ ഇന്നത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ മക്കളില്ലാതിരുന്നത് മൂലം ജീവിതത്തിൻ്റെ വലിയ കണ്ണുനീര് കുടിച്ചതായ ഈ സക്കറിയ പുരോഹിതനും ഏലിശബ പുണ്യവതിയും വാർദ്ധക്യത്തിൽ അവർക്ക് ജനിച്ചതായ ഈ മകൻ വഴി ദൈവത്തിൻ്റെ കരുണ, മനുഷ്യരുടെ കരുണയല്ല, പലപ്പോഴും നമ്മൾ മനുഷ്യരുടെ കരുണയ്ക്ക് വേണ്ടി കെഞ്ചുകയും കേഴുകയും ചെയ്യുന്നതായ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്ന ഒരു കുടുംബമായി സക്കറിയ പുരോഹിതൻ്റെ കുടുംബം മാറ്റപ്പെടുകയാണ്. നമുക്ക് വേണ്ടതും ദൈവത്തിൻ്റെ കരുണയാണ്. ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള കുടുംബം, ആ കുടുംബത്തിലൂടെ പ്രാർത്ഥിക്കുവാനുള്ളൊരു വലിയ ബോധ്യപ്പെടുത്തലാണ് ഇന്നത്തെ വചനം നമ്മോട് പറയുന്നത്. കൂടുതൽ മക്കൾ ജനിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സഭ കുടുംബങ്ങളോട്, മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ സഭ കുടുംബങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ, ജീവിതങ്ങളിൽ തുറക്കുന്ന ഇടങ്ങളാണ് എന്ന്
തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. എന്തായിരുന്നു ദൈവത്തിൻ്റെ കരുണ? ഇവിടെ സ്നാപക യൂഹാനോൻ്റെ ജനനം വഴി അവൻ്റെ പിതാവായ സക്കറിയായുടെ നാവ് അടയ്ക്കപ്പെട്ടു പോയെങ്കിൽ ഇവിടെ അവൻ ജനിച്ചതുവഴി അവൻ്റെ പിതാവിൻ്റെ നാവ് സ്വതന്ത്രമാവുകയാണ്, സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതായ വചനഭാഗം കൂടിയാണിത്. നമുക്കറിയാം, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ വളരെയേറെ പരിമിതപ്പെട്ടവരായിരുന്നെങ്കിൽ തൻ്റെ മകൻ്റെ പേര് നൽകുന്നത്, പേര് നിശ്ചയിക്കുന്നത്, ആ പേര് സമൂഹത്തോട് പറയുന്നത് എലിശബ പുണ്യവതിയാണ്. ഇത് ആ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഒരു സ്ത്രീയുടെ മഹത്വം കുറെ കൂടെ ഉയർത്തപ്പെടുന്ന, വളർത്തപ്പെടുന്നതായ ഒരു വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. അങ്ങനെ ഒരു പുത്രൻ്റെ ജനനം അമ്മയുടെ മഹത്വം കൂട്ടുന്നു. ആ പുത്രൻ്റെ ജനനം അമ്മയുടെ സത്കീർത്തി, സമൂഹത്തിൽ അവൾക്കുണ്ടാകുന്നതായ ആ മഹത്വത്തിൻ്റെ വർധനവിന് കാരണമാകുന്നുവെന്ന് വചനം പറയുകയാണ്. അപ്പോൾ ഒരു കുടുംബം ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമായി മാറുന്നു. ഒരു കുടുംബം ദൈവത്തിൻ്റെ കൃപയുടെ വർഷത്തിനുള്ള കാരണമായി മാറുന്നു. അതോടൊപ്പം തന്നെ ഈ മകൻ്റെ ജനനം, അല്ലെങ്കിൽ അവന് പേര് നൽകുമ്പോൾ അവൻ്റെ പിതാവ് സംസാരിക്കാനുള്ളതായ ശേഷി തിരികെ കിട്ടുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ ജനവും ഈ മകൻ ആരായിത്തീരും, ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക്, അത്ഭുതത്തിൻ്റെ ഒരു തലത്തിലേക്ക് അവരും ഉയർത്തപ്പെടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണ ആ കുടുംബത്തിൻ്റെ മേൽ നിരന്തരം വർഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ ആ കുടുംബത്തിൻ്റെ മേൽ നിരന്തരം വർഷിക്കുകയാണ്. നമ്മളുടെ കുടുംബങ്ങൾ വഴി, നമ്മളുടെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ വഴി നമ്മളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടണം. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറയുന്നതായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. അതിന് നമ്മുടെ മക്കളുടെ ജനനം കാരണമാകട്ടെ. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ യാചിച്ച് ജനിക്കുന്ന ഒരു കുഞ്ഞുങ്ങളും അതൊരു മോശമായി പോവുകയില്ല. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹമുള്ളവരായി മാറും. ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറും, സത്കീർത്തിയുള്ളവരായി മാറും. ആ കുടുംബത്തിന് സത്കീർത്തി ഉണ്ടാകും, യശസ്സ് വർദ്ധിക്കും. അങ്ങനെ എല്ലാ വിധത്തിലും അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളായി മാറുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കാരണമാകും. ആ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കുടുംബങ്ങളോട് ആവശ്യപ്പെടുന്ന, കുടുംബങ്ങളോട് ആ വലിയ ബോധ്യത്തിലേക്ക് അവരെ നയിക്കുന്ന വചനഭാഗമാണ് ഈ സ്നാപക യൂഹാനോൻ്റെ ജനനം വഴി സക്കറിയായുടെയും എലിശബ പുണ്യവതിയുടെയും ഈ വചനഭാഗം വഴി നമ്മൾ വായിച്ചു കേൾക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന ഏവരുമേ, ഈ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ മക്കൾ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയതായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായ നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ അനുഗ്രഹത്തിൻ്റെ കൂടുതൽ മക്കൾ ജനിക്കുവാൻ, അനുഗ്രഹത്തിൻ്റെ വലിയ കൃപയുടെ വലിയ ഭവനങ്ങൾ രൂപപ്പെടുവാൻ ഈ വചനഭാഗം കാരണമാകട്ടെ. പരിശുദ്ധ കുർബാനയിൽ നാം അർപ്പിക്കപ്പെടുന്ന ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹമുള്ള കുടുംബങ്ങളായി മാറുവാൻ, ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്ന കുടുംബങ്ങളായി മാറുവാൻ, മാതാപിതാക്കൾ കൂടുതൽ ഉയർത്തപ്പെട്ടവരും ഔന്നത്യമുള്ളവരുമായി മാറുന്ന കുടുംബങ്ങളായി മാറുവാൻ ഇന്നത്തെ ഈ വചനഭാഗം നമുക്ക് ബോധ്യം നൽകുന്നതാകട്ടെ. വിശുദ്ധ കുർബാനയിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുണ്ടാക്കുന്ന പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. Barcumos tomen kalos നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേത്ലഹേം ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ താൽപര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായി ഗോകുൽത്ത ആഘോഷിക്കുകയും നിർമ്മലമായ ആചാര്യത്വം പരികർമ്മം ചെയ്യുകയും വിശ്വസ്ത സഭ സ്വീകരിക്കുകയും സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത പരിശുദ്ധനും
വിശുദ്ധി നിറഞ്ഞവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ഇടവക മുഴുവനും വേണ്ടി അവൻ്റെ ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പുറജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും കൃപയാൽ സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാകുന്നു. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാർക്കുമോർ കാരുണ്യവാനായ കർത്താവിനും ഭാഗ്യം, പുണ്യം നൽകുന്ന ബലിപീഠത്തിനും ഭാഗ്യം, ദിവ്യവും സ്വർഗീയവുമായി വിശുദ്ധരഹസ്യവും ഭാഗ്യം ധൂമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ചുത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ല ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങൾ നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൗമിക കന്യക അത്ഭുതകരമായി പ്രസവിക്കുകയും ബേത്ലഹേം ഓഫർത്ത സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി താല്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽത്ത കുരിശുമരത്തിന്മേൽ യോഗ്യനായിരിക്കെ കൃപയോടെ നീ എന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള ആ താലന്ത് നീ തന്നെ എന്നിൽ ഫലവത്താക്കണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരിപ്പുകാരുടെ കൂട്ടത്തിൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ കൃപയാൽ ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധനുമാകുന്നുവല്ലോ. നിന്റെ ദാനങ്ങൾ ധാരാളവുമാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. ീനനും ഭാവിയുമാകുന്ന ദാസന് പ്രകാരം അങ്ങയോടേറ്റു പറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ആമേൻ. ജീവപ്രദനായ പരിശുദ്ധ റൂഹാ തമ്പുരാൻ പരിശുദ്ധൻ,
അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിലും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ദാസന്റെ പ്രാർത്ഥന ശുദ്ധീകരിച്ച് ഈ ധൂപത്തെ കൈക്കൊള്ളുന്നവനും അംഗീകരിക്കുന്നവനും ബാർക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടി ഹേതുവായും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധന്യാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോടും ജീവനുള്ളവരെയും മനുഷ്യരെയും വിളിപ്പാൻ വലിയ ബോധത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരും തന്റെ രാജനവസാനമില്ലാത്തവരും ഏകത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിന്റെ പുത്രനോടുകൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും വിശ്വമുള്ള ഏകരൂഹായും കാതോലികവും സ്നേഹികവും ഏകോപവിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ. മരിച്ചവരുടെ വരുവാനിരുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതു താൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം കരുണയുടെയും ദയവിന്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ബാർക്കുമോസ് തോമൻ കാലോസ് കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും
ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ, കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ ശ്ലോമോയും നൽശൈരോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും നൽശൈരോയും നമ്മെ കാക്കട്ടെന്നാളും. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങൾ നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും തത്വവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും ഭക്തവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയും സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യത്തിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ശുദ്ധൻ 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 സർവശക്തൻ യഹോവാ, തന്നോടെ മഹിമാവാൽ വാനും ഭൂവും സംപൂരിതമാ. ഓശാന വാനിടത്തിൽ കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോനീനി വരുവോ ധന്യൻ. ദൈവത്തിനു മഹത്വം വാനിടത്തിൽ, ദൈവത്തിനു മഹത്വം വാനിടത്തിൽ. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ
ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റുകൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്, പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിമ്രതി ഞങ്ങൾ നാഥ ഓർത്തുദ്ധാനത്തെ ആഗമനം കാക്കുന്നു. വരുളുക ഞങ്ങൾ കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും കൂടെ അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിസ്ഥർഗമാനുരങ്ങൾ പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിസ്ഥ കുർബാന മേലാവർത്തിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. പരിശുദ്ധാത്മാവി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവനീ
മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവനെ യോഗ്യരാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേശിഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ ദിവതനാസനത്തിൻ്റെ മേൽപ്പെട്ടക്കാരൻ ആബൂൻമോർ കൂറുലോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശിഷന്മാർ, ഷെമാശന്മാർ, ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ എഴുന്നേൽക്കുവാനിടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വാർക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ, ശ്ലീഹന്മാർ, പ്രസംഗകർ, ഏവെങ്കേലിസ്തന്മാർ, സഹദേന്മാർ, മോദിനന്മാർ എന്നിവരെയും നാമം അവരുടെ അപേക്ഷ നമുക്കോട്ടെയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വാർക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈകികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം.
അവരുടെ പ്രാർത്ഥന നമുക്കോട്ടെയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമായി സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാർക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ട അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സോടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവധരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ മുട്ടുന്നു ദാസർനാദം കൂറിയേലൈസോ അലിവോടു ശിക്ഷിച്ചടിയാരേ ഹല്ലേലൂയ ഹരിശം നീക്കി കാക്കണമേ കൂറിയേലൈസോ നിന്നെ വിളിക്കുന്നേ നാഥ ഹല്ലേലൂയ നിന്നുദവിക്കായി ബലഹീന കൂറിയേലൈസോ ബാർക്കുമോ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്ത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമവുമായിരിക്കുന്ന ഈ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാന്മാർ
വാസം സ്വഗീപുത്രൻ ദൈവം മുറിയോരായി ആലൈനുവാതാരേ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിൻ വലഭാഗെ രാജഭാമിനിയും നിന്നഴകരചൻ മോഹിപ്പാൻ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ജനമോർ പിതൃഗൃഹവും പാർക്കുമോ. ബഹോലാബോലബുറോവൽ റൂഹോ കാദീശോ. വെൺപോലം വാദാമിൽ പോലം ഉൾമീനാമി. ഭാജനമേ നിന്നിലുദിച്ചോരേകസുതേ തൃക്കരഞ്ഞങ്ങളിൽ അലിവാഴ്ത്ത് പക്കലപേക്ഷയാണ് കേളം സ്തോമൻ കാലസ്കുറിയെ ലായിസോ. മന്നമകൾക്കായി സ്ലോമോ വന്ദൂതവരൻ നിന്നോടു കൂടെ ഹൃദയമതും പാർക്കുമോ. ബഹോലാബോലബുറോവൽ റൂഹോ കാദീശോ. അഖില ജഗൽപതിയേ നായക നായേറ്റി ഘോഷിച്ച അതിബഹുമാനിച്ചു മറിയ വലുതാ പടവായ്ത്താൻ മുറിയോരാഹി ആലൈനുവാതാരേ. ഞങ്ങൾക്കായുള്ള അർത്ഥന നീ നിർത്തിയിടരുതേ പരിശുദ്ധേ. ഏകാത്മജനോടർത്ഥിക്കാം ഞങ്ങളിലാദ്രതോ നീടാ. ദേവാൻപന പോലെ തളർത്തിടുമേ. ഹല്ലേലൂയാ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലും അവ തളരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയാ. വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാർക്കുമോ. ബഹോലാബോലബുറോവൽ റൂഹോ കാദീശോ. മിൻവോലം വാദാ മിൻവോലം ഉൾമീനാമി. ഒരു പോലിങ്ങും മോർ സ്നാപകയൂഹാനോ. വാനിലും അതുപോൽ നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്കാം സ്തോമൻ കാലസ്കുറിയേലായിസോ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർ സ്നാപകയൂഹാനോ. പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം പാർക്കുമോ. ബഹോലാബോലബുറോവൽ റൂഹോ കാദീശോ. നിന്നെ വാരിച്ചൊരു താതേനും മോസ്താബഹയൂ
മുറിയോറാഹേ മലൈനുവാദാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത്. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിയമത്തെയും ഞാൻ ഉപദേശിക്കും സാക്ഷ്യമിതും പാർക്കുമോ. ശുഭഹോലാ ബോല ബുറോവൽ റൂഹോ കാദീശോ. മെൻപോലം വാദാമേൽപോലം ഉൽമീനാമേ. ശുചിയോട് ശുദ്ധ്യാഭസ്കുദിശ. സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻ വാതിൽ പൂകി വാനവരുത്തു വസിക്കേണം. സ്തോമൻ കാലസ്കുറിയേലായിസോ. നിർമ്മല മദ്ബഹായിൽ കർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദികരെ പിൻചൊല്ലും ദേവാകാരേ പാർക്കുമോ. ശുഭഹോലാ ബോല ബുറോവൽ റൂഹോ കാദീശോ. ഭംഗ്യാ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരേ. നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ ഗീണം. മുറിയോറാഹേ മലൈനുവാദാരേ. ആചാരേശ മിശിഹാകുദാശകളർപ്പിച്ചോ. ആചാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരരുടെ നാളുകൾ ഹോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂ ചെടി പോലെ പാർക്കുമോ. ശുഭഹോലാ ബോല ബുറോവൽ റൂഹോ കാദീശോ. മിൻപോലം വാദാമേൽപോലം ഉൽമീനാമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനെ ജീവാസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായ്ക്കാം. സ്തോമൻ കാലസ്കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദരാ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തി അവരവരുയരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്വോ പാദാ
സ്വർഗത്തിൽ പോകാനായി വീടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ എങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളീതു മഹത്വം മുറിയോരായി മാളയിടുവാതാരേ മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ പ്രതരം കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാപുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിന്റെ പുത്ര, പാപപരിഹാരപ്രദമാകുന്ന നിന്റെ ഈ ബലിപീഠത്തിൽ നിന്ന് ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ദൈവമേ, അദൃശ്യമായ വലത്തുകര നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആത്മധൈര്യത്തിനുമായി വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ അങ്ങ് ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുതമ്പുരാന്റെ കൃപ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടാകട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാവരിലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാഥാ കൃപ ചെയ്യണമലിവാ കൃപ ചെയ്യണമോ തെരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞ നീ കാണുന്നു. പുത്രരഹസ്യങ്ങളഹോ വിണ്ണവരീടയിൽ ഏശായാനാൻ കണ്ടിവ നമ്മോടു സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലിരിപ്പു രഹസ്യങ്ങളിവാ ഏവം മേശയിലാദാമ്യർക്കാൻ ഭാഗിക്കുന്നു. ക്രൂബിനാരുടെ തീരതുപോലെ സ്ഥിരമേ മദ്ബഹാ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസുതൻ തിരുമേനിയ
കർത്താവിൻ ഉന്നതിയും മഹിമാമൂടി സഹദേ മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. ഹല്ലേലൂയ. നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ ഈ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ ഈ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തൻ ഉയർപ്പും നീ തന്നെ. കർത്താവേ, ദൈവികമായ നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിനും ഭാഗനാം തലകുനിക്കണം. കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ പാറേക്കുമോ. സുതജനനത്തിൽ മൂകത നീങ്ങി യഥശേഷം നാഥൻ കെട്ടൊഴിവായോരു നാവാൾ തെളിവോ ഡീശനെ വാഴ്ത്തി തന്നാൽ പേരായി യോഹന്നാനെ വിട്ടൊരു നാഥ തദ്വചനത്തിൻ സരണിയിൽ ഞങ്ങളെ നിർത്തിയിടണമേ. കാഴ്ച ഇതിൽ കർത്താവേ, നിൻ തിരുവുള്ളം ദുഷ്ടിപ്പേട്ട് നല്ലവരാ മൃതപുണ്യ പേരയറാ നന്ദിക്കേണം. സഹോദരങ്ങളും വാത്സല്യഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധമായ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ തിരികെ പോകുവീൻ. എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. കർത്താവ് കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങള ശേഷം നിൻ
കൃപയാൽ മായിച്ചിടണമേ എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേകിടണമേ. രക്ഷകമിശിഹാരാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാ നിൻ പ്രിയസിദ്ധന്മാരോപ്പം നിൻ സ്നേഹിതനാകണമെന്നേ. കർത്താവേ, നിന്നുടെ നിത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതി പാതകരിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനതാ എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ പട്ടക്കാരൻ മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. മോറാനേശുമിശിഹ ഉൾക്കൊണ്ടോരീ നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാതുനകീടണമേ. നിൻവലമതിൽ നിൽക്കുന്നതിനും ഹാലേലൂയ ധൈര്യസമേതം. നിന്മോദത്താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചി നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തോരുയേകും രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നേകണമേ. ഹല്ലേലൂയ, ജീവൻ നിത്യം ബാരക്കുമോ. ശിഷ്യന്മാർക്കായ മാളികയിൽ തൻ തിരുമേനി കണ്ടീ ചാദാമ്യരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാ തന്നിൽ ചേർത്തൊരു ഹാലേലൂയ സുതനായി സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാനദിനെ വിധി സമയത്തിരുതി രൂക്ഷതയെങ്കിൽ ഞെട്ടിയിടല്ലേ. നിൻ ശൈത്യം കൊണ്ടവതാനി ഹല്ലേലൂയ നീട്ടപ്പെടണേ. ഗോകുൽത്തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വച്ചങ്ങു മരിച്ചോ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമതൊഴിച്ചു ഹാലേലൂയ മോദിപ്പിച്ചു. കർത്താവേ, നിന്റെ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഞങ്ങൾ നിനക്കർപ്പിച്ചിട്ടുള്ള ഈ കുർബാന അവർക്ക് പരിമളമായിരിക്കട്ടെ. ഇതിൽ നിനക്ക് പ്രീതി തോന്നി കരുണയോടെ അവരെ ആശ്വസിപ്പിക്കണമേ. ബാർക്കുമോർ പാപം ചെയ്ത റൂബേലിന് മൃഗങ്ങളുടെ രക്തത്താൽ മോശ ജീവൻ കൊടുത്തുവെങ്കിൽ വിശ്വാസികളായ മരിച്ചുപോയവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ജീവനുള്ള ബലിയാൽ അവർ എത്രയധികമായി നീതീകരിക്കപ്പെടും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ നീക്ക് നിനക്ക് സ്തുതി. ബാർക്കുമോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ കരുപിടിപ്പിക്കുന്നതിനും വളർത്തി നയിക്കുന്നതിനുമായി വന്യദാതനായ മാർ യുവാനിയോസ് പിതാവിനെ
അവിടുന്ന് നിയോഗിച്ചു. പാവനചരിതനും പുണ്യശ്ലോകനുമായ പിതാവിലൂടെ ശാന്തിയും സമാധാനവും സത്യത്തിൻ്റെ പ്രകാശവും അനുഭവിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേ ദാസന്മാർ യുവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.